10 വർഷം മുൻപ് ധർമ്മസ്ഥല വിട്ട് തിരികെ എത്തിയ മുൻ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തൽ. ധർമ്മസ്ഥലയിലെ ജൈനക്ഷേത്രത്തിലെ ശുചീകരണ തൊഴിലാളി വർഷങ്ങളോളമായി ഉള്ളിലൊതുക്കിയ കുറ്റബോധം പുറത്തറിയിച്ചതോടെ രാജ്യം ഞെട്ടി. 1998 മുതൽ 2014 വരെ 15 വർഷക്കാലം ശുചീകരണ തൊഴിലാളിയായി ജോലി ചെയ്തിരുന്ന കാലത്ത് മറ്റാരുടെയൊക്കെയോ ആജ്ഞയിൽ ഒരു നിർവാഹവുമില്ലാതെ സ്വന്തം കൈകൊണ്ട് ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട 100 കണക്കിന് സ്ത്രീകളുടെ മൃതദേഹങ്ങൾ നേത്രാവതിയുടെ തീരത്ത് പരന്നുകിടക്കുന്ന 400 ഏക്കർ വനപ്രദേശത്ത് അങ്ങിങ്ങായി കുഴിച്ചിട്ടു. ഇക്കൂട്ടത്തിൽ സ്കൂൾ കുട്ടികൾ മുതൽ ഭിക്ഷയാചിച്ച് ഉപജീവനം നടത്തുന്ന സാധു സ്ത്രീകൾ വരെയുണ്ടെന്നാണ് വെളിപ്പെടുത്തൽ. മലയാളി സ്ത്രീകളും ഇക്കൂട്ടത്തിലുണ്ട്. വിസമ്മതിച്ചപ്പോൾ അതിക്രൂരമായി മർദ്ദിച്ചാണ് ഭിക്ഷയാചിച്ച് ഉപജീവനം നടത്തുന്ന സാധു സ്ത്രീകൾ വരെയുണ്ടെന്നാണ് വെളിപ്പെടുത്തൽ. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഉന്നതരായിട്ടുള്ള ആൾക്കാരുടെ ഇൻവോൾവ്മെന്റ് ഇതിനകത്തുണ്ട്. പോലീസിനോ നിയമങ്ങൾക്കോ തൊടാൻ കഴിയാത്ത കുറേ ആളുകൾ. ഇത്രയും വർഷങ്ങളായിട്ട് പല പല കൊലപാതകങ്ങൾ നടന്നിട്ടും ഇതുവരെ ഈ മരിച്ചുപോയവരെ കുറിച്ചൊരു അന്വേഷണമോ ഇവരെ അന്വേഷിച്ചു വരാനോ ആരും ഉണ്ടായിരുന്നില്ല. ആ ക്ഷേത്രത്തിലെ സഹായി ഇപ്പോൾ ഈ ഒരു കാര്യം വെളിപ്പെടുത്തിയതുകൊണ്ട് മാത്രമാണ് ഇതിപ്പോൾ സോഷ്യൽ മീഡിയയിലും കോടതിയിലും ഒക്കെ എത്തിയത് തന്നെ. നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ സമൂഹം ഒന്നും അറിയാൻ പോകുന്നില്ല.